എടാ, കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കൊട്ടേഷൻകാർക്ക് വേണ്ട ഏറ്റവും വലിയ ഘടകം എന്താണ്? ദീർഘവീക്ഷണമാണ്. അതായത് നമ്മുടെ കണ്ണുകൾ എപ്പോഴും നമുക്ക് ചുറ്റിനുമായിരിക്കും. മനസ്സിലായോ? ഇന്നലെ ടച്ചിങ്സ് എടുത്ത കടല കൊള്ളായിരുന്നു. റോസ്റ്റ് ചെയ്യണ്ടെന്നല്ല, മാരക ടേസ്റ്റ്. എടാ, ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടില്ല എത്ര നേരം? അയ്യോടെ 2 റോഡ് എന്നെ കാണിക്കണേ. എടാ, നമ്മളിവിടെ വന്നെന്തിനാണെന്നറിയോ? അല്ല അച്ഛനെ, അപ്പം നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഓ, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അല്ലേ? ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു ഇത്രയും നേരം പറയാണ്ടിരുന്നത്. തന്നോളൂ. ദേ, ഏതോ ഒരിടത്തല്ല, ഈ കാണുന്ന വീട് കണ്ടോ? ഇവിടെ ഒരുത്തൻ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അവനാണെങ്കിൽ വാടക കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇന്നലെ എൻ്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു പുള്ളി എന്നെ ഇന്നലെ കാണാൻ വന്നതായി. നമ്മുടെ സ്കോച്ച് വല്ലതും കൊണ്ടുവന്നോ? അത് മാത്രമേ ഉള്ളൂ എനിക്ക് വിചാരം. ഈ പുള്ളി വന്ന് നമുക്ക് കൊട്ടേഷൻ തന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കണത്. അവനെ നമ്മളങ്ങ് ഒഴിപ്പിക്കുന്നു. മാങ്ങ കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം കൊടുത്താൽ മതി, തന്നെ ഒഴിഞ്ഞോളൂ. എടാ, ആ ഒഴിപ്പില്ലല്ലടാ, വീട്ടിൽ നിന്ന് അവനെ എന്നേക്കുമായി ഒഴിപ്പിക്കുന്നു. ഓ, തല്ലിയിറക്കാൻ. ഇതിൽ നിന്ന് നമുക്ക് എത്ര രൂപയാണെന്നറിയോ കിട്ടാൻ പോണത്? എത്രയാ? 5000 രൂപ കിട്ടും. 5000 തൂമ്പ പറമ്പിൽ കൊണ്ടുവച്ച് കളച്ചാ മതി. എടാ പൊന്മനെ, ഒരു കാര്യം നീ ആലോചിച്ച് നോക്കടാ. എടാ, സോപ്പ് തീർന്നിരിക്കുക, ഉപ്പും മുളകും ഒക്കെ തീർന്നിരിക്കുക. സോപ്പ് തീർന്നതിന്റെ ഇതായിട്ട് ഞാനാണെങ്കിൽ 2 ദിവസമായിട്ട് കുളിച്ചിട്ടും ഇല്ല. അരി മേടിച്ചോ? അരി മേടിക്കുന്നു. സോപ്പ് കൊടുത്തേച്ച് കുളിക്കാൻ സമയമില്ല. അപ്പോൾ അരി വാങ്ങിച്ച്. സോപ്പ് ഒഴുകി തിന്നാൻ പറ്റിയല്ലോ. മിണ്ടില് അവിടെ എന്തോ സൗണ്ട് കേൾക്കാം. എനിക്ക് തോന്നുന്നതേ അവൻ ഈ വീട്ടിലുണ്ട്. നീ വന്നേ, നമുക്ക് സമയം തീരില്ല. നമുക്ക് പോയി നൈസായിട്ട് അവനെ ഒളിപ്പിച്ചിട്ട് പെട്ടെന്ന് പരിപാടി നിർത്തിട്ട് പൈസ പഠിക്കും പോകാം. ഹലോ വീട്ടുകാരെ. നീ എന്നെ വിളിക്കുന്നു? നമ്മളെന്നെ അമ്പലത്തിൽ നിന്ന് പൈസ പിരിക്കാൻ വല്ലതും വന്നാണോ? എടി, ഇങ്ങനല്ല വിളിക്കേണ്ടത്. വിളിക്കടാ. ചേട്ടാ, ആരേലും ഉണ്ടോ ഇവിടെ? പിന്നെ ആരാ കൊണ്ടുവന്നത്? നിങ്ങളല്ലേ? ഞാൻ തന്നെ വിളിച്ചോളാം. ഒരുമാതിരി. ചേച്ചിയേ, ആരാ? എന്തായിരുന്നു? ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. നൈഫ് ജിത്തു, മാർക്കോ ഉണ്ണി, ഞാൻ SP സൂര്യപ്രസാദ്, അടിവാൾ സൂര്യപ്രസാദ്. ഉമ്മാരെൻ്റെ ശിഷ്യന്മാരാ. ഞാനും ഉമ്മർ ആശാനും. ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ കാര്യം പെട്ടെന്ന് പറയാം, എനിക്ക് വീട്ടിൽ വരെ പണിയുള്ളതാ. നിങ്ങൾ ഇത്രയും ദൂരം ഇവിടം വരെ വന്നത് ഞങ്ങൾക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടാണ്. നീ കുറേ നാളായിട്ട് ഇവിടെ വാടകയൊന്നും കൊടുക്കാതെ ഈ വീട്ടിൽ താമസിക്കുക എന്നാണല്ലോ ഈ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ പറഞ്ഞത്. ഞങ്ങളൊക്കെ നല്ല അന്തസ്സായിട്ട് വാടകയും കൊടുത്ത് താമസിക്കണം അല്ല. അതുകൊണ്ട് ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഞങ്ങൾക്ക് 5000 രൂപയുടെ കൊട്ടേഷൻ തന്നേക്കും. അല്ല, 5000 രൂപ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തു, വേഗം പെട്ടിയും കിടക്കാൻ സാധനം അപ്പുറത്ത് വിരിച്ചിട്ടിരിക്കുന്ന മുണ്ടും ഷട്ടിയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങിക്കോ. 10 വരെ ഉണ്ട്. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ. എന്നാ നിങ്ങളവിടെ നില്ല, ഞാനിപ്പോ വരാം. വേഗം പോയി എടുത്തോണ്ടോ ആ പെട്ടിയൊക്കെ. എടാ, നിങ്ങളൊരു സൗണ്ട് കേട്ടോ? അങ്ങനൊരു സൗണ്ടാണോ? അയ്യവനായിരിക്കും. എന്നാ സൗണ്ടാ? എടാ, ഇരുമ്പും കൂടെ കൂട്ടിമുട്ടണ ഒരു സൗണ്ട്. എടാ, ഞാൻ ഈ സൗണ്ട് എവിടെയോ കേട്ടിട്ടുണ്ടോ? ആരാണ്? ശരി, ഒരു 5-6 വർഷം മുമ്പേ നല്ല കേട്ടുപരിചയമുള്ള സൗണ്ട്. എന്നാലും ആ സൗണ്ട് കിട്ടിപ്പോയി. എടാ, ഈ സൗണ്ട് എനിക്കറിയാം. എടാ, പണ്ടൊരു ഗുണ്ട ഉണ്ടായിരുന്നതാ കോപ്പേ. എടാ, ഇടിവള ജോണി എന്നും പറഞ്ഞിട്ടൊരു ഗുണ്ട. എടാ, ഈ പുള്ളിയുടെ കയ്യിൽ 2 ഇടിവളയാ. ഈ 2 ഇടിവളയും കൂടെ ഇട്ടിട്ടുണ്ടല്ലോ, പള്ളിപ്പെരുന്നാൾ ഉത്സവം വരുമ്പോ ഈ പുള്ളിക്കാരൻ അങ്ങ് ഇറങ്ങും. അതും കൂടെ ഊരിയിട്ട് കയ്യിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, ഇടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിണ്ണം കച്ചി ഇടി കിട്ടിയിട്ടുണ്ടോ? അവിടെ നിന്ന് കിട്ടിയിട്ട് ഇല്ല. ആ സൗണ്ടാന്ന് എനിക്ക് ഓർമ്മ തന്നെ. എവിടെ നിന്നാണ് പിടുത്തം കിട്ടുന്നത്? പിന്നെ പുള്ളി നാട് വിട്ടു പോയെന്നൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ ഒന്നും പുള്ളി ഇല്ല. പക്ഷെ എനിക്ക് ആ സൗണ്ട് കേട്ടപ്പേ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഒരു നല്ല മുട്ടന് ഇടി കിടക്കാൻ സാധ്യതയുണ്ട്. നിന്റെ ഈ ബാഗിനകത്ത് നീ ടൂളൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ? ഉണ്ട്. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ എടുത്ത് വെച്ചു. നീ വന്നോ? എന്നോട് എത്ര താമസിച്ചേ? പെട്ടിയും ചെട്ടിയൊന്നും എടുക്കാൻ ഇല്ലായിരുന്നോ? ചിലപ്പോൾ ഒരു ചെട്ടി ഉണ്ടായിരുന്നുള്ളായിരിക്കും, അതവൻ ഇട്ട് കാണുമായിരിക്കും. ഇത് ഞാനിവിടെ കണ്ടുണ്ടല്ലോ.
ഇത് അത് തന്നെ. എടാ ആശാൻ ഏതാണ്ട് ഓർമ്മ കിട്ടിയിട്ടുണ്ട്. നല്ല പനി ഇത്. അല്ല ആശാന്റെ പേരെന്നാ? ജോണി, ഇടിവള ജോണി. ഞാൻ കുറച്ചു മുമ്പ് ഒരു കഥ പറഞ്ഞില്ലേ? വള്ളക്കാരനോ? വള്ളക്കാരനല്ല, ഇടിവള്ള ജോണി. അത് ഇയാള. ഞാനിപ്പോ ജോണി ചേട്ടനെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാലമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അന്ന് അമ്പലത്തിൽ വെച്ചിട്ട് ഒരു ഇടി കിട്ടിയില്ല എനിക്ക് ഈ വള വെച്ച്. അന്നല്ല ഞാൻ ലാസ്റ്റായിട്ട് എൻ്റെ ബോധം പോയിട്ട് 5-6 മാസമല്ല ഞാൻ ആശുപത്രിയിൽ കിടന്നത്. എന്നെ ഇടി എനിക്കിട്ട് കിട്ടിയത്. ഇമ്മാർക്കൊക്കെ അറിയാം അല്ലടാ. ഇമ്മാരുണ്ടല്ലോ ചുമ്മാ കൂടാ. ഞാൻ ചുമ്മാ കൂടെ കൊണ്ടു നടക്കണം. പിന്നെ ജോണി ചേട്ടനാണെങ്കിൽ ഈ വീട്ടിൽ എത്ര കാലം വേണേലും താമസിക്കാൻ കേട്ടോ. ഈ ഞങ്ങൾക്ക് കൊട്ടേഷൻ ഒന്നും ഇട്ടില്ലേ, അവൻ ലോകം ഉടായിപ്പന്നേ. അവനിപ്പോ ചെന്നിട്ട് ഞങ്ങൾ 4 മൂല പിടിച്ചിട്ട് ചവിട്ടി കൂട്ടി ഒരു കുടിയിലാക്കാൻ പോവാ. ജോണി ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണം. ജോണി ചേട്ടൻ ഇവിടെ ധൈര്യമായിട്ട് കിടക്കും. ഒരു 50 രൂപ ഉണ്ടാവും എടുക്കാൻ. ഇല്ല ഇല്ല വേണമെന്നില്ല. മേടിക്കണം. ഉപ്പുമുളകൊക്കെ തീർന്നിരിക്കണം. എന്നെ മോനെ ഒരു കാര്യം ചെയ്യേ, പുള്ളിനെ പോയി ഇടിച്ചു കൂട്ടി ഉപ്പുമുളകും മേടിച്ചോണ്ട് പോരി വീട്ടിലേക്ക്. ഞാൻ പോവാ. ഇതാടാ വിങ്ങറുടെ കൂടെ വന്നാലുള്ള കുഴപ്പം. ഒരു കാര്യം പൂർത്തീകരിക്കാൻ സമ്മതിക്കത്തില്ല. 2 ബോംബെങ്കിലും എടുത്ത് എറിയായിരുന്നു. അതായത് നീ ബോംബ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കൊണ്ടുവന്നായിരുന്നു എറിയായിരുന്നു.